അമേരിക്കയുടെ പോയ വാരം വിലയിരുത്തുന്ന അമേരിക്കൻ ന്യൂസ് വീക്ക് എന്ന ആഴ്ചവട്ട പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ ഗായത്രി. ന്യൂയോർക്കിൽ T20 ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഭാഗമായി എത്തിയ ക്രിക്കറ്റ് ഇതിഹാസ താരം സുനിൽ ഗവാസ്കറിന് പ്രശസ്ത സംരംഭകൻ വർക്കി എബ്രഹാം ഊഷ്മളമായ സ്വീകരണം നൽകി. ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന സണ്ണി അല്ലെങ്കിൽ ലിറ്റിൽ മാസ്റ്റർ തന്റെ ക്രിക്കറ്റ് കാല ജീവിതവും ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളും പങ്കുവച്ചു. ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതിനു ശേഷം ഗവാസ്കർ ക്രിക്കറ്റ് കമന്റേറ്ററും അനലിസ്റ്റും കോളമിസ്റ്റുമായി. ക്രിക്കറ്റിനുള്ളിലെ വിവിധ ഭരണപരമായ റോളുകളിൽ ഏർപ്പെട്ടിട്ടുള്ള അദ്ദേഹം തന്റെ ഉൾക്കാഴ്ചയുള്ള കമന്ററിയിലൂടെയും എഴുത്തിലൂടെയും കായിക രംഗത്ത് സംഭാവന ചെയ്യുന്നത് തുടരുന്നു. അദ്ദേഹത്തിന്റെ വരവിനോടനുബന്ധിച്ച് ഹനോവർ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് അംഗവും പ്രവാസി ചാനലിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും നിരവധി സംരംഭങ്ങളുടെ ചെയർമാനുമായ വർക്കി എബ്രഹാം ഗാർഡൻ സിറ്റിയിലുള്ള പ്രമുഖ ഇറ്റാലിയൻ റെസ്റ്റോറന്റായ ജൊനാഥനിൽ സൗഹൃദ വിരുന്നൊരുക്കി. ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചതിനു ശേഷം ഗവാസ്കർ ഒരു പ്രമുഖ ക്രിക്കറ്റ് കമാൻഡേറ്ററും അനലിസ്റ്റും കോളമിസ്റ്റുമായി. ക്രിക്കറ്റിനുള്ളിലെ വിവിധ ഭരണപരമായ റോളുകളിൽ ഏർപ്പെട്ടിട്ടുള്ള അദ്ദേഹം തന്റെ ഉൾക്കാഴ്ചയുള്ള കമാൻഡറിയിലൂടെയും എഴുത്തിലൂടെയും കായിക രംഗത്തും സംഭാവന ചെയ്യുന്നത് തുടരുന്നു. ഈ സൗഹൃദ വിരുന്നിൽ ഫോമ മുൻ പ്രസിഡന്റും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യവും പ്രവാസി ചാനലിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറും സംരംഭകനുമായ ജോൺ ബേബി ഊരാളിൽ, ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക നാഷണൽ പ്രസിഡന്റും പ്രവാസി ചാനൽ മലയാളി, ഇന്ത്യ ലൈഫ് എന്നീ മാധ്യമങ്ങളുടെ മാനേജിംഗ് ഡയറക്ടറുമായ സുനിൽ ട്രൈസ്റ്റാർ എന്നിവരും പങ്കെടുത്തു. ക്രിക്കറ്റിനെക്കുറിച്ചും തന്റെ കുടുംബത്തെക്കുറിച്ചും അദ്ദേഹം ഈ സൗഹൃദ വിരുന്നിൽ വാചാലനായി. കൊച്ചുമകനും ക്രിക്കറ്റിൽ അത്ര താല്പര്യമില്ലെന്നും പിക്കിൾ ബോളിലാണ് താല്പര്യമെന്നും അദ്ദേഹം പറഞ്ഞു. മകൻ ലണ്ടനിൽ സ്ഥിരതാമസമാണെന്നും മിക്കവാറും അവിടെ പോകാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സോഷ്യൽ മീഡിയയുടെ വളർച്ചയോടെ കൂടി പെട്ടെന്ന് പ്രശസ്തരാകാനുള്ള സാധ്യതകൾ ഏറെയുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി. പണ്ടൊക്കെ ക്രിക്കറ്റ് ടൂർണമെന്റ് കളിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ 2 ടീം അംഗങ്ങൾ ഒരു റൂമിൽ തന്നെ കഴിഞ്ഞതായുള്ള ഓർമ്മകളും അദ്ദേഹം പങ്കുവച്ചു. ഇന്നത്തെ കാലത്ത് അത് അസാധ്യമെന്ന് പറയുകയുണ്ടായി. ടെസ്റ്റ് ക്രിക്കറ്റിൽ 10,000 റൺസ് തികയ്ക്കുന്ന ആദ്യ ക്രിക്കറ്റ് താരമാണ് ഗവാസ്കർ. 1987 ഈ നാഴികക്കല്ല് കൈവരിച്ചു. 34 ടെസ്റ്റ് സെഞ്ചുറികളുടെ റെക്കോർഡ് സച്ചിൻ ടെണ്ടുൽക്കർ തകർക്കുന്നതുവരെ ഏകദേശം 2 ദശാബ്ദക്കാലത്തെ ഏറ്റവും ഉയർന്ന സെഞ്ചുറിയായിരുന്നു. 1979 ഓവലിൽ ഇംഗ്ലണ്ടിനെതിരെ നേടിയ 221 റൺസും 1983 ചെന്നൈയിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ നേടിയ 236 റൺസും അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ഇന്നിംഗ്സുകളിൽ ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ആർട്ട് ലവേഴ്സ് അമേരിക്ക അലയുടെ ന്യൂയോർക്ക് ചാപ്റ്ററും ന്യൂയോർക്ക് ബ്ലഡ് സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ന്യൂ ഹൈഡ് പാർക്കിലുള്ള ട്രിനിറ്റി ലൂത്തറൻ ചർച്ച് ഹാളിൽ വെച്ചാണ് ക്യാമ്പ് നടന്നത്. ആർട്ട് ലവേഴ്സ് അമേരിക്ക അലയുടെ ന്യൂയോർക്ക് ചാപ്റ്ററും ന്യൂയോർക്ക് ബ്ലഡ് സെന്ററിന്റെയും സംയുക്ത അഭിമുഖത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ന്യൂ ഹൈഡ് പാർക്കിനുള്ള ട്രിനിറ്റി ലൂതറൻ ചർച്ച് ഹാളിൽ വെച്ചാണ് ക്യാമ്പ് നടന്നത്. നിരവധി പേരാണ് ക്യാമ്പിൽ പങ്കെടുക്കുവാൻ എത്തിയത്. കലാ, സാംസ്കാരിക, സാമൂഹിക സേവന രംഗത്തെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സംഘടനയാണ് അല. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. വെസ്റ്റ് സബർബ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന ഷിക്കാഗോ ബ്രദേഴ്സ് ക്ലബിന്റെ 2024-26 വർഷത്തേക്കുള്ള പുതിയ ഭരണസമിതിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഉജ്ജ്വലമായ തുടക്കം കുറിച്ചു. ക്ലബ് ഹാളിൽ പ്രസിഡന്റ് സന്തോഷ് നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്ഘാടന യോഗം ആദ്യ പ്രസിഡന്റ് ജോസ് സൈമൺ മുണ്ടപ്ലാക്കിൽ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ക്ലബ് ഹാളിൽ പ്രസിഡന്റ് സന്തോഷ് നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്ഘാടന യോഗം ആദ്യ പ്രസിഡന്റ് ജോസ് സൈമൺ മുണ്ടപ്ലാക്കിൽ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. പൊതുപ്രവർത്തന രംഗത്ത് ദീർഘനാളുകളായി ചിട്ടയായ മാതൃകാ പ്രവർത്തനം നടത്തി വരുന്നവരാണ് പുതിയ ഭാരവാഹികളെന്നും അതുകൊണ്ട് തന്നെ ബ്രദേഴ്സ് ക്ലബിന്റെ ഭാവി ശോഭനമാണെന്നും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജോസ് സൈമൺ മുണ്ടപ്ലാക്കിൽ പറഞ്ഞു. ഷിക്കാഗോയിലെ മലയാളി സമൂഹം ശ്രദ്ധിക്കപ്പെട്ട കൂട്ടായ്മയായി ബ്രദേഴ്സ് ക്ലബ് മാറിക്കഴിഞ്ഞുവെന്നും മുന്നോട്ട് വ്യത്യസ്തമായ പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് ബ്രദേഴ്സ് ക്ലബിൽ കൂടുതൽ മലയാളി സാന്നിധ്യം ഉറപ്പുവരുത്തണമെന്നും പ്രസിഡന്റ് സന്തോഷ് നായർ അധ്യക്ഷാ പ്രസംഗത്തിൽ പറഞ്ഞു. അടുത്ത 2 വർഷത്തേക്കുള്ള കർമ്മ പരിപാടികൾ ജനറൽ സെക്രട്ടറി ജോജി കരിപ്പപ്പറമ്പിൽ അവതരിപ്പിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് സണ്ണി സൈമൺ മുണ്ടപ്ലാക്കിൽ സ്വാഗതവും ജനറൽ സെക്രട്ടറി ജോജി കരിപ്പപ്പറമ്പിൽ നന്ദിയും പറഞ്ഞു. അലക്സ് പടിഞ്ഞാറയിൽ, ജിതേഷ് ചുങ്കത്ത്, സജു പുളിക്കത്തൊട്ടിയിൽ,
ജയൻ മാക്കിൽ, സതീശൻ നായർ, ഷിജു ചെറിയാത്തിൽ, തമ്പി വിരുത്തിക്കുളങ്ങര, കുഞ്ഞുമോൻ കുളങ്ങര, ജോസഫ് പതിയിൽ, ഡോക്ടർ ജോസഫ് എബ്രഹാം തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് പ്രസംഗിച്ചു. പരിപാടികൾക്ക് കമ്മിറ്റി മെമ്പേഴ്സായ ടോമി അമ്പേനാട്ട്, രാജു ഇടിയാലിൽ, സിബി മനയത്ത്, രാജൻ കുര്യൻ, ഷിബു മുളയാനക്കുന്നേൽ, AC തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് കീർത്തന സ്മിതയുടെ നേതൃത്വത്തിൽ ബെന്നി പാറക്കലും ജോസ് മാത്യുവും ചേർന്ന് നടത്തിയ മ്യൂസിക്കൽ നൈറ്റും നടന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഷിക്കാഗോ സെന്റ് തോമസ് സീറോ മലബാർ രൂപതയിലെ ആത്മായ സംഘടനയായ സീറോ മലബാർ കാത്തലിക് കോൺഗ്രസ് സ്ഥാപിതമായതിന്റെ രജത ജൂബിലിയും സീറോ മലബാർ ഫാമിലി കോൺഫറൻസും ഈ വരുന്ന സെപ്റ്റംബർ 27, 28, 29 തീയതികളിൽ വിപുലമായ പരിപാടികളോടെ നടക്കുകയാണ്. ഫിലാഡൽഫിയയിലെ സെന്റ് തോമസ് സീറോ മലബാർ പള്ളി കേന്ദ്രീകരിച്ചാണ് പരിപാടികൾ നടക്കുക. ഇത് സംബന്ധിച്ച് വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം ജൂൺ 9 വികാരി ഡോക്ടർ ജോർജ് ദാനവേലിൽ ഫിലാഡൽഫിയയിൽ നിർവഹിച്ചു. ഫിലാഡൽഫിയയിലെ സെന്റ് തോമസ് സീറോ മലബാർ പള്ളി കേന്ദ്രീകരിച്ചാണ് പരിപാടികൾ നടക്കുക. SMCC jubilee.org എന്ന വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം ജൂൺ 9 വികാരി ഡോക്ടർ ജോർജ് ദാനവേലിയിൽ ഫിലാഡൽഫിയയിൽ നിർവഹിച്ചു. ഫിലാഡൽഫിയയിലെ സെന്റ് തോമസ് സീറോ മലബാർ പള്ളി കേന്ദ്രീകരിച്ചാണ് പരിപാടികൾ നടക്കുക. ഇതു സംബന്ധിച്ച വെബ്സൈറ്റായ SMCC jubilee.org എന്ന വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം ജൂൺ 9 വികാരി ഡോക്ടർ ജോർജ് ദാനവേലിൽ ഫിലാഡൽഫിയയിൽ നിർവഹിച്ചു. ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാൻ ജോർജ് മാത്യു CPA തന്റെ പ്രസംഗത്തിൽ SMCCയുടെ സ്ഥാപനത്തെപ്പറ്റിയും 1999 നടന്ന പ്രഥമ സീറോ മലബാർ കൺവെൻഷനെപ്പറ്റിയും അനുസ്മരിച്ചു. സീറോ മലബാർ സമൂഹത്തിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ ആദ്യ കൺവെൻഷന്റെ രജത ജൂബിലി വൻ വിജയമാക്കുവാൻ അദ്ദേഹം ഏവരെയും ആഹ്വാനം ചെയ്തു. രജത ജൂബിലിയും നാഷണൽ ഫാമിലി കോൺഫറൻസും സംബന്ധിച്ച എല്ലാ വിവരങ്ങളും അടങ്ങുന്നതാണ് ഈ വെബ്സൈറ്റ്. ഈ സൈറ്റിലൂടെ കോൺഫറൻസിന് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. വ്യക്തിഗത രജിസ്ട്രേഷന് $150, 4 പേർ അടങ്ങുന്ന കുടുംബത്തിന് $500 രജിസ്ട്രേഷൻ ഫീസ്. സൗജന്യ എയർപോർട്ട് സർവീസും ഡിസ്കൗണ്ട് നിരക്കിൽ ഹോട്ടൽ ബുക്കിംഗും ലഭ്യമാണ്. വെബ്സൈറ്റ് മനോഹരമായി തയ്യാറാക്കിയ CB മാത്യു ചെമ്പ്ലായ്ക്ക് സ്ഥാപക പ്രസിഡന്റ് ഡോക്ടർ ജെയിംസ് കുറിച്ചി നന്ദി പ്രകാശിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. കഴിഞ്ഞ 5 വർഷം സ്തുത്യാർഹമായ സേവനമനുഷ്ഠിച്ചതിനു ശേഷം നാട്ടിലേക്ക് മടങ്ങുന്ന ന്യൂയോർക്ക് ഇന്ത്യൻ കോൺസുലേറ്റിലെ കമ്മ്യൂണിറ്റി അഫയേഴ്സ് കോൺസൽ AK വിജയകൃഷ്ണനും സഹധർമ്മിണി ജലജ വിജയകൃഷ്ണനും നായർ ബെനവലന്റ് അസോസിയേഷൻ ക്വീൻസിലുള്ള NBA സെന്ററിൽ വെച്ച് യാത്രയയപ്പ് നൽകി. വിജയകൃഷ്ണനും ഭാര്യ ജലജയും NBA പ്രസിഡന്റ് ക്രിസ്തോപ്പിലും പ്രഥമ വനിത വത്സ കൃഷ്ണനും മുൻ പ്രസിഡന്റ് അപ്പക്കുട്ടൻ നായരും ട്രഷറർ രാധാമണി നായരും ചേർന്ന് ഭദ്രദീപം തെളിയിച്ച ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. രാധാമണി നായർ പ്രാർത്ഥനാഗാനം ആലപിച്ചു. ജൂൺ 9 ഞായറാഴ്ച വൈകിട്ട് നടന്ന യാത്രയയപ്പ് സമ്മേളനത്തിൽ NBA പ്രസിഡന്റ് ക്രിസ്തോപ്പിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് വിജയകൃഷ്ണന്റെ സൗഹാർദ്ദപരമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രകീർത്തിച്ച് സംസാരിച്ചു. തുടർന്ന് പ്രസിഡന്റ് വിജയകൃഷ്ണനെ പൊന്നാട അണിയിച്ചു. പ്രശസ്ത ചെറുകഥാകൃത്തും നിരൂപകനും സംവിധായകനുമായ ബാബു പാറയ്ക്കൽ, NBA മുൻ പ്രസിഡന്റുമാരായ ഗോപിനാഥക്കുറുപ്പ്, അപ്പുക്കുട്ടൻ നായർ, ജോയിന്റ് സെക്രട്ടറി ജയപ്രകാശ് നായർ, ട്രസ്റ്റി ബോർഡ് സെക്രട്ടറി JK നായർ, ട്രഷറർ രാധാമണി നായർ, വിനോദ് KRK, ഡോക്ടർ മധു പിള്ള, രഘുനാഥൻ നായർ എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. ഏവരും വിജയകൃഷ്ണന്റെ ശ്ലാഘനീയമായ പ്രവർത്തന ശൈലിയെയും അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിനു ശേഷം ന്യൂയോർക്ക് ഇന്ത്യൻ കോൺസുലേറ്റിൽ വന്ന നല്ല മാറ്റങ്ങളെക്കുറിച്ചും സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് ബാബു മേനോൻ കൃതജ്ഞത പ്രകാശിപ്പിച്ചു. തുടർന്ന് നടന്ന പ്രതിമാസ ഭജനയിലും വിരുന്ന് സൽക്കാരത്തിലും വിജയകൃഷ്ണനും പത്നിയും പങ്കെടുത്തു. NBA നൽകിയ സ്വീകരണത്തിനും ആദരവിനും അദ്ദേഹം നന്ദി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഈ ആഴ്ചത്തെ അമേരിക്കൻ ന്യൂസ് വീക്ക് അവസാനിക്കുന്നതിന് മുൻപേ പോയ വാരത്തിലെ അമേരിക്കൻ മലയാളി സമൂഹത്തിൽ നിന്നുള്ള വൃത്താന്തങ്ങൾ ഒറ്റനോട്ടത്തിൽ. സെന്റ് പീറ്റേഴ്സ് മാർത്തോമ ചർച്ച് സ്ക്വയർ, വാഷിംഗ്ടൺ ടൗൺഷിപ്പ്, ന്യൂജേഴ്സി. അവിടെ മ്യൂസിക് ആൽബം തിക്വ ജൂൺ 9 ഞായറാഴ്ച ആരാധനയോടനുബന്ധിച്ച് പുറത്തിറക്കി. സെന്റ് ജോൺ ന്യൂമാൻ ജ്ഞാനായ മിഷൻ ഫിലാഡൽഫിയയിലെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് 2024 ജൂൺ 8 CCD ഫെസ്റ്റും കൂടാരയോഗ വാർഷികവും സംഘടിപ്പിച്ചു. കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ചടങ്ങിൽ സംഗീത സംവിധാനത്തിന് പ്രത്യേക പരാമർശം നേടിയ സംഗീത സംവിധായകൻ ഷാജി സുകുമാരനെ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് കേരള ചാപ്റ്ററിന്റെ പെൻസിൽവാനിയ കമ്മിറ്റി ആദരിച്ചു. അരിസോണ ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നഴ്സസ് ദിനാഘോഷം ചാൻഡലർ സിറ്റിയിലെ ഇന്റർനാഷണൽ അസംബ്ലി ഓഫ് ഗോഡ് ചർച്ചിന്റെ ഹാളിൽ വെച്ച് വിപുലമായ പരിപാടികളോടെ നടത്തപ്പെട്ടു. ബെൻസൺവിൽ തിരുഹൃദയ ജ്ഞാനായ കത്തോലിക്ക ഇടവക കൂടാരയോഗ പിക്നിക് ഒരുക്കി. കാനഡയിലെ പ്രഥമ ജ്ഞാനായ കത്തോലിക്ക ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ ആഘോഷം ഭക്തി ആദരപൂർവ്വം കൊണ്ടാടി.
ഭാരതത്തിലെ മതേതരത്വവും ജനാധിപത്യവും ഭരണഘടനയും കാത്തുസൂക്ഷിക്കാനുള്ള ഇന്ത്യൻ ജനതയുടെ സന്ദേശമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്ന് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് കേരള ചാപ്റ്ററിന്റെ പെൻസിൽവാനിയ ഘടകയോഗം അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും നിർദ്ദേശങ്ങളുമെല്ലാം അമേരിക്കൻ ന്യൂസ് വീക്കിനെ അറിയിക്കാം. ഞങ്ങളെ ബന്ധപ്പെടേണ്ട ഇമെയിൽ വിലാസം news@pravasichannel.com. ആഴ്ചവട്ട വർത്തമാനങ്ങളുമായി അടുത്തയാഴ്ചയിൽ വീണ്ടും കാണാം. സ്റ്റേ വിത്ത് us.